ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ആദ്യം തന്നെ ചോറ് തിളപ്പിക്കുകയാണ് കേട്ടോ, മോൾക്ക് സ്കൂൾക്കുള്ള. പിന്നെ ഇത് രാവിലെ ഇഡ്ഡലി ആയിരുന്നു, അപ്പോൾ അതിക്ക് സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ മാവൊക്കെ തിളച്ച് നല്ല പൊങ്ങി വന്നിട്ട് പാത്രത്തുമ്മലൊക്കെ നിറഞ്ഞ് പൊങ്ങിന്നിട്ടാ. ഇഡ്ഡലി മാവ് തലേന്ന് അരച്ച് വെച്ചായിരുന്നു. ഇഡ്ഡലി ഇത് നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്, നല്ല അടിപൊളിയായിട്ട് പൊള്ളച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മോൾക്ക് ഇത് സ്കൂൾക്ക് ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. ചിക്കൻ ഇതിൻ്റെ തക്കാളിയൊക്കെ വാട്ടിയിട്ട് ചിക്കൻ ഫ്രൈ ആക്കി കൊണ്ടുപോയി പിന്നെ കറീൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ ചിക്കനാണ് ഓൾ ഏറെയും കൊണ്ടുപോകല്. ചിലപ്പോൾ സോയാബീന്, ബീൻസ്, പയറൊന്നും പച്ചക്കറിയൊന്നും വല്ലാതെ കഴിക്കൂല. അപ്പോൾ പിന്നെ അങ്ങനെ ചിക്കന്, സോയാബീൻ അങ്ങനത്തെയൊക്കെയാണ് കഴിക്കൽ കേട്ടോ. അപ്പോൾ അങ്ങനെ കൊടുത്തേക്കും, കഴിക്കണമല്ലോ നമ്മൾ കൊടുത്തേക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇഡ്ഡലിയും ചായയും കുടിക്കാൻ നിൽക്കുകയാണ്. സാമ്പാർ ഉണ്ടായിരുന്നു, ഇഡ്ഡലി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ, മരുമോള്, മോളിക്ക എല്ലാവരും കൂടി ചായ കുടിക്കുകയാണ് കേട്ടോ. അവരൊക്കെ രാവിലെയാണ് പോയാൽ പിന്നെ വൈകുന്നേരമല്ലേ വരുള്ളൂ. പിന്നെ ഇന്ന് മോളെ അടുത്തേക്ക് പോകാനും ഉണ്ടായിരുന്നു. മരുവാനും മരുവൻ്റെ ഉപ്പയൊക്കെ പോകാനിരിക്കണം മോശന്. പിന്നെ അവരൊക്കെ ഒന്ന് കാണുകയും ചെയ്യുക വിചാരിച്ചിട്ട് അങ്ങനെ അവരൊക്കെ വന്നതിൻ്റെ ശേഷമാണ് പോണത്. അപ്പോൾ അതൊന്ന് നെയ്ച്ചോറ് വെക്കാൻ വിചാരിച്ച്. ചപ്പാണ് അരിഞ്ഞത്, ചപ്പ ആദ്യം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. നെയ്ച്ചോറും ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പം അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യുക. പിന്നെ കറി ഒതുക്കി വെച്ചാൽ പിന്നെ രാത്രിക്കും ഉച്ചയ്ക്കൊക്കെ അത് തന്നെ ആയും ചെയ്തില്ലേ. പിന്നെ അങ്ങനെ നെയ്ച്ചോറും ചിക്കൻ കറി ആക്കാൻ വിചാരിച്ച്. ഉള്ളി അരിയുണ്ട്, ചിക്കൻ കറിക്കുള്ള ഉള്ളി, തക്കാളി ഒക്കെ അരിഞ്ഞ് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ചാനൽ 1000 സബ്സ്ക്രൈബേഴ്സ് അയക്കണം. അപ്പോൾ അത് അറിയിക്കുകയാണ്. എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഇതുപോലെ സപ്പോർട്ട് ചെയ്യാനും കൂടെ നിൽക്കാനും ഇനിയും ഉണ്ടാവണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടെ നിൽക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് അടിക്കണം, ഒന്നും മറക്കരുത് കേട്ടോ. പിന്നെ അതാ ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ പെട്ടെന്ന് പണി തീർക്കുകയാണെങ്കിൽ അങ്ങനെ മക്കളൊക്കെ പോയതിൻ്റെ ശേഷമുണ്ട്. ചായയുടെ കഴിഞ്ഞ് അകടിച്ചതിൽ തുടക്കലൊക്കെ മരുവൾ കഴിച്ചിട്ടേ പോവുള്ളൂ കേട്ടോ. അങ്ങനെ അവളുടെ കഴിഞ്ഞ് അവൾ പോയി, മോളും പോയി. ചായയുടെ കഴിഞ്ഞ് പിന്നിട്ടാണ് എന്തെങ്കിലും ഒരുങ്ങണം കേട്ടോ. പിന്നെ ഇതാ നെയ്ച്ചോറ് കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചെറിയ ചെമ്പട്ടിൽ വെക്കൽ, അല്ലെങ്കിൽ പിന്നെ ബിരിയാണി ചെമ്പൊക്കെയാണ് വരൽ കേട്ടോ വെക്കൽ. കുറച്ചല്ലേ ഉള്ളൂ, ഞങ്ങൾ 3-4 ആളല്ലേ ഉള്ളൂ. പിന്നെ റൈസ് ഉണ്ടായിരുന്നു, എല്ലാ സാധനങ്ങളും വീട്ടിലുണ്ട്. പിന്നെ നെയ്ച്ചോറൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അരി ഉണ്ടായിരുന്നു, ഉള്ളിയൊക്കെ പിന്നെ വീട്ടിലുണ്ടാവുന്ന തന്നെയാണല്ലോ. അപ്പോൾ ഇതാ ചിക്കൻ കറിയാണ്. ചിക്കൻ കറി കുക്കറിൽ തലങ്ങനെ വേകുന്നുണ്ട്. അതിൻ്റെ അടിയിൽ കൂടി നെയ്ച്ചോറിന് ഉള്ളിയൊക്കെ വാടി പട്ട കറി ഇതൊക്കെ ഇട്ടിട്ട് അങ്ങനെ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നെയ്ച്ചോറൊക്കെ ഇപ്പോൾ എല്ലാവർക്കും വെക്കാറുണ്ട്. അതിന് റെസിപ്പിയൊന്നും ആവശ്യമില്ലല്ലോ. പിന്നെ ചെറുനാരങ്ങ നീര്, ചപ്പ്, ചിക്കൻ മസാല, മുളകും പൊടി, കുരുമുളകും പൊടി ഒക്കെ ഇട്ട് കണ്ടതാ ഉപ്പൊക്കെ ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ അത് വിസിലടിച്ച് 2 വിസിലടിച്ച് അങ്ങനെ അതവിടെ വെന്ത്. പിന്നെ ഇതാ മാഗി ട്യൂബ് ഇടണം കേട്ടോ. ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, മാഗി ട്യൂബ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിട്ട് ചപ്പിട്ട്. പിന്നെ ക്യാരറ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്ത് തക്കാളി ചെറുതാക്കി എരിഞ്ഞിട്ട് അങ്ങനെ അത് ഇട്ട് കൊടുത്താണ് കേട്ടോ. പിന്നെ ഇതാ വെള്ളമൊക്കെ തിളച്ച് അരിൻ്റെ ഇരട്ടി വെള്ളമല്ല നമ്മൾ വയ്ക്കൽ. അപ്പോൾ അരിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ച് തിളച്ച് പിന്നെ അരിയിട്ട് അങ്ങനെ അതവിടെ കിടന്ന് വേകണുണ്ട്. 2 ദിവസം മുമ്പുള്ള വീഡിയോ ഇങ്ങനെ ഇടാനൊക്കെ വേകുന്നുണ്ട്. പിന്നെ പപ്പടം ഇവിടെ ആർക്കും പറ്റൂല. ഇത് പെരുന്നാക്കത്തെ പപ്പടം ബാക്കിയുള്ള വലിയ പെരുന്നാക്കത്തെ പപ്പടം മുറിച്ചതാണ് കേട്ടോ. അമ്പിളി മാമനെ പോലെ ഉണ്ട്. അപ്പം അങ്ങനെ അതവിടെ വെറുതെ പൊരിച്ച് വെച്ചതാണ്. പപ്പടം ഇവിടെ ആർക്കും പറ്റൂല. ഞാനൊന്ന് കഴിച്ചെങ്കിൽ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഇവർക്കും ആർക്കും പറ്റൂല. പിന്നെ ചിക്കൻ പൊരിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളി, സുർക്ക, അങ്ങനെ അത് സുർക്ക ഉണ്ടായിരുന്നു. തൈര് കഴിഞ്ഞിന്ന് പിന്നെ തൈരില്ല വിചാരിച്ചിന് സുർക്ക ഒഴിച്ച് ഉള്ളിയും സുർക്ക ഉണ്ടാക്കി. ചിക്കൻ പൊരിച്ചതും ചിക്കൻ കറി അങ്ങനെ ഇരുന്നു കേട്ടോ. അങ്ങനെ അത് തകൃതിയായിട്ട് അങ്ങനെ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഇതാ ചിക്കൻ പൊരിച്ചിന് ഇതാ മറിച്ചിടുന്നുണ്ട്. അങ്ങനെ ഓരോരോ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതാ നെയ്ച്ചോറുള്ള മേലെ നമുക്ക് ഡെക്കറേഷൻ ചെയ്യാനുള്ള ഇതുണ്ടല്ലോ, അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതൊക്കെ ആ വെളിച്ചെണ്ണി തന്നെ ഉണ്ട്. ഇങ്ങനെ ആക്കിയാൽ പിന്നെ നമ്മളിങ്ങനെ കോരി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എളുപ്പമാണ് ഇങ്ങനെ ചെയ്താൽ. ചിക്കൻ പൊരിച്ച വെളിച്ചെണ്ണി തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി അങ്ങനെയൊക്കെ വറുത്ത് കോരുക. പിന്നെ ഉള്ളി വറുത്ത് കോരുന്നുണ്ട്. അങ്ങനെ മേലെ ഡെക്കറേഷൻ ചെയ്യാൻ വെച്ചിട്ട് അങ്ങനെ നെയ്ച്ചോറ് ഇവിടെ അങ്ങനെ ആർക്കും ഇഷ്ടമൊന്നുമില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഏതായാലും ഉണ്ടാക്കാമല്ലോ വിചാരിച്ചിട്ടുണ്ട്. അവർക്ക് ബിരിയാണി, മന്തി അതൊക്കെയാണ് അവരെ ഇഷ്ടം, മക്കളെ ഇഷ്ടം അതാണ് കേട്ടോ. ഇക്കാക്ക് തന്നെ മന്തി പറ്റൂല, ബിരിയാണി കഴിക്കും. നെയ്ച്ചോറും വലിയ പൂക്കൊന്നും പോകില്ല, എന്നാലും കഴിക്കാൻ വിചാരിച്ചിട്ട് അങ്ങോട്ട് വെച്ചതാണ്. കുഴപ്പമൊന്നുമില്ല, എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ എല്ലാം കഴിച്ചിട്ടുണ്ട് കേട്ടോ.
അത് മേലെ ഇതാക്കി ചെയ്ത് ഡെക്കറേഷനൊക്കെ ചെയ്ത് അടിപൊളിയായിട്ടുണ്ട്. നല്ല അടിപൊളി റൈസായിരുന്നു. നെയ്ച്ചോറെല്ലാം അടിപൊളിയായിട്ട് കഴിച്ച്. ഒക്കെ ബാക്കിയൊന്നുമില്ല കേട്ടോ. പിന്നെ അത് കഴിച്ച് ഞങ്ങൾക്ക് മോളെടുത്ത് പോകാനും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ അവരൊക്കെ പിന്നെ വൈകുന്നേരമാണ് വന്നിക്കണം കേട്ടോ. ഒക്കെ പോയി 5:30 മണിയൊക്കെ അവരൊക്കെ എത്താണെന്ന് തന്നെ കേട്ടോ സ്കൂളിട്ട് വരണമെങ്കിൽ. അവർ വന്നേക്കെ ചോറൊക്കെ തിന്ന് ഞാനൊക്കെ ഉച്ചക്ക് തന്നെ കഴിച്ച്. അവർ പിന്നെ വൈകുന്നേരം ചോറൊക്കെ തിന്ന്. അച്ചാറുണ്ടായിരുന്നു. പിന്നെ അതാ ചിക്കൻ കറി കഴിക്കണ വീടിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ അതാ മാക്സി 2 മാക്സിൻ്റെ അടിയിൽ മരുപ്പിക്കാൻ ഞാൻ എപ്പോഴും മെഷീൻ മരിക്കില്ല. പിന്നെ ഇന്നിപ്പോൾ മോളെടുത്തേക്ക് പോയ കാരണം അതിനൊന്നും സമയം കിട്ടിയില്ല. പിന്നെ ഏതായാലും ചോറ് തിന്ന പാട് കുളിയൊക്കെ കഴിഞ്ഞ് കാണ്ട് അങ്ങനെയുണ്ട് നിസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികളൊക്കെ വരുമ്പോഴത്തേന് 2 മാക്സി പെട്ടെന്ന് അടിക്കാൻ വിചാരിച്ച് കാണ്ട് അങ്ങനെ അതാണ് കേട്ടോ. അടിക്കണ വീഡിയോ അങ്ങനെ അളവെടുത്ത് അടിക്കണമെന്ന് വീഡിയോ നിങ്ങൾക്ക് ഇടാൻ പറ്റണില്ല. പറ്റുകയാണെങ്കിൽ ഞാൻ ഇടണ്ട്. ചുരിദാർ അടിക്കണ വീഡിയോ ഇടാൻ നോക്കണ്ട് ഇൻഷാ അല്ലാ. ഇതിപ്പോൾ പണിയൊന്നും ഇല്ല. ഇത് നമ്മൾ അളവ് മാക്സി മേലെ വെച്ചിട്ട് മറിച്ചിട്ടാൽ മതി. നമുക്ക് ഏത് അടിക്കാനുള്ള വെച്ചാൽ അത് മറിച്ചിട്ടിട്ട് അളവ് മാക്സി നല്ല ഭാഗം മേലെ വെച്ചിട്ട് നേരെ ഒപ്പം കുടിച്ചാണ്ട് വരച്ചു കൊടുക്കുക. പിന്നെ കണ്ട് അടിക്കുക തന്നെ. അല്ല പണിയൊന്നുമില്ല. സ്റ്റിച്ചിങ് അറിയണവർക്ക് എളുപ്പമുണ്ട്. അല്ലാതെ എങ്ങനെ മടിയായിട്ട് ഇരിക്കണവർക്ക് ഇതൊന്നും വലിയ പണിയൊന്നുമില്ല. വലിയ പണിയായി തോന്നൂട്ടാ. പക്ഷെ അടിക്കണമെന്ന് തോന്നണവർക്ക് ക്ലാസ് പോയി പഠിക്കണമെന്നൊന്നുമില്ല. ചുരിദാറൊക്കെ നമുക്ക് പഴയ ചുരിദാറൊക്കെ മടങ്ങി ഒന്ന് തുന്നയച്ച് അതുപോലെ ഒന്ന് അടിച്ചാലൊക്കെ മതി. ഇനി വെറുതെ പൈസ എടുത്ത് അടിച്ച് പഠിക്കാൻ ക്ലാസ്സിന് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അടിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് കേട്ടോ. ടൈലറിങ് പഠിക്കണം, മക്കളതെങ്കിലും അടിക്കണം എന്നുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ മതി. അതിന് പഠിച്ചേണ്ട ആവശ്യമൊന്നുമില്ല. ചിലവരുണ്ട് ഇങ്ങനെ പഠിക്കാൻ പോവാതെ അടിക്കായിരുന്നു നനങ്ങാട് ഇരിക്കണവരുണ്ടാവും. പഠിച്ചെങ്കിലും വിചാരിച്ചവരുണ്ടാവും. അവർക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഇതന്നെ അളവ് മാക്സി ഇതാ മേലെ വെച്ചിട്ട് അടിക്കാനുള്ള മാക്സി താഴെ വെച്ചിട്ട് അങ്ങനെ അതിൻ്റെ ഒപ്പം വരയ്ക്കുക. മാക്സിയൊക്കെ കഴിയുന്നതും നമുക്ക് തന്നെ അടിക്കാൻ അറിയണം. എല്ലാം ഇങ്ങനെ ഒരു വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ നമുക്കൊരു മെഷീൻ ഉണ്ടെങ്കിൽ അത്ര നല്ലതാണ്. പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം അടിക്കാനും മക്കളതൊക്കെ ഒന്ന് തുന്നിട്ട് അടിക്കാനൊക്കെ ഒരു മെഷീൻ നല്ലതൊക്കെ തന്നെയാണ് കേട്ടോ. എനിക്കാദ്യം പഴയൊരു മെഷീനായിരുന്നു. പിന്നെ ഞാൻ അടിച്ച് പൈസ ഒക്കെ ഒരുക്കൂട്ടുണ്ടാക്കി ഞാനൊരു മെഷീൻ വാങ്ങിയതാണ് കേട്ടത്. ഇത് ഞാൻ അധികം ലോഡ് അടിക്കാൻ പറ്റില്ല. അപ്പോൾ തന്നെ ഇങ്ങനെ കെട്ടുടുങ്ങിയിട്ടും പല പ്രശ്നങ്ങളും വരുന്നുണ്ട്. ചൂടായാലൊക്കെ നൂല് കെട്ടുത്തുക അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ സ്ഥിരം അങ്ങനെ ഇരിക്കില്ലല്ലോ. നമ്മൾ പിന്നെ ഓരോ പണികൾ തീർത്തിട്ടല്ലേ വരുള്ളൂ. പെരുന്നാളൊക്കെ ആകുമ്പോഴാണ് ഭയങ്കര ഇടങ്ങാറാണ്. നൂല് പൊട്ടുമ്പോഴും സ്റ്റിച്ച് കുടുങ്ങാതാവും അങ്ങനെയൊക്കെ കംപ്ലൈൻറ്റൊക്കെ വരുന്നുണ്ട് മെഷീന്. കുഴപ്പമില്ല. എന്നാലും നമുക്ക് എവിടെയും കൊണ്ടുവച്ച് ഇങ്ങോട്ട് തയ്ക്കാനൊക്കെ സുഖമാണ്. അങ്ങനെ ഒരു മെച്ചമുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ തോനൊന്നും പഠിക്കാനില്ല. ഇപ്പോൾ ഫുള്ള് റെഡിമെയ്ഡല്ലേ. പണ്ടൊക്കെ പറഞ്ഞാൽ ശീല കൊടുന്ന് പാവാടിയും ബ്ലൗസൊക്കെ അടിക്കല്ലായിരുന്നു. അപ്പോൾ പിന്നെ അതൊന്നും ഇല്ലല്ലോ. അപ്പോൾ റെഡിമെയ്ഡ് കൊണ്ടുവരിക, അത് ഷേപ്പാക്കുക, അത്രയ്ക്ക് തന്നെയല്ലേ ഉള്ളൂ. പിന്നെ ഇല്ല കേട്ടോ. നമുക്ക് എപ്പോഴും അടിപ്പ് തന്നെയാണ്. ഒരു ഒഴിവില്ല. എന്നിപ്പോൾ വീടെടുക്കണമെന്ന് ഓരോ വീടെടുക്കുക എന്നല്ലാതെ അല്ലാത്തപ്പോഴും ഞാൻ അടിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. ഡ്രസ്സ് അടിക്കാനുള്ളതൊക്കെ ഉണ്ട്. പക്ഷേ വീടെടുക്കുമ്പോൾ മാത്രം ഞാൻ ഇങ്ങനെ ഏതെങ്കിലും വീഡിയോ ഉണ്ടല്ലോ അന്ന് വീടെടുക്കണ്ടല്ലോ വിചാരിച്ചെടുക്കണതാണ്. അല്ലാത്തപ്പോൾ വീടൊന്നും എടുക്കലില്ല. ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 4 ദിവസം കൂടുമ്പോൾ ഓരോ വീഡിയോ ഇടാൻ അത്രയ്ക്കേ പറ്റുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതാ 2 മാക്സി എന്നാണ് അടിച്ചത്. ബാക്കിയുള്ളൊക്കെ അതിന് തലേന്ന് മുറ്റന്നൊക്കെ അടിച്ച് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഒന്നും ഇങ്ങനെ വീഡിയോ എടുത്ത് അപ്പോൾ പിന്നെ മാക്സിയുടെ അടുപ്പ് ആണ് അയൺ ചെയ്ത് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ്.
പിന്നെ ഇതാ മക്കളൊക്കെ ക്ലാസ് കഴിഞ്ഞ് വന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ 5:30 മണിയൊക്കെയാണ് കേട്ടോ. അതാ മോളെ കാണാൻ പോവാണ്. കല്യാണം കഴിഞ്ഞ് ഉച്ചക്കം പോവാനായിക്കണം വരാൻ, അമ്മോശനും പോവാനായിക്കണം. അപ്പം ഞാൻ അവരൊക്കെ ഒന്ന് കണ്ട് പോരാ വിചാരിച്ചിട്ട് ഇക്കണ്ട് മുമ്പിൽ, കാക്കാൻ്റെ അനിയൻ്റെ മോണ്ട്, കാക്കാൻ്റെ മോണ്ട്, അവനുണ്ട്, ഞങ്ങളും ഉണ്ട്. അങ്ങനെ പോവാണ് കേട്ടോ. ഇതാ തിരൂർ കൂടിയാണ് പോണത്, ചമ്രവട്ടം പാലം തിരൂർ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വോയിസ് ഓവർ കൊടുക്കണമെന്ന് വെച്ചാൽ ഓൻ വണ്ടിയിൽ പാട്ടിടുക. പിന്നെ നമ്മൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എന്താ ചിലവർക്കൊന്നും അറിയില്ല. പിന്നെ കോപ്പി റൈറ്റർ എന്താണെന്ന് ചോദിക്കും ചിലവർ. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്ത് നമ്മൾ യൂട്യൂബിൽ ഇടുമ്പോൾ കോപ്പി റൈറ്റർ എന്നൊരു പേര് വരും. അപ്പോൾ അത് വരുമ്പോൾ നമുക്ക് യൂട്യൂബിനത് കേടാണ്. പുറത്ത് പാട്ടുകൾ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന പാട്ടല്ലല്ലോ. ഇപ്പോഴത്തെ പാട്ടുകളൊക്കെ ആകുമ്പോൾ കോപ്പി റൈറ്റ് വരുമ്പോൾ വീഡിയോക്ക് യൂട്യൂബിനൊക്കെ ബ്ലോക്ക് ആക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. വണ്ടിയിൽ നിന്ന് വോയിസ് ഓവർ കൊടുക്കണം. അതാണ് വണ്ടിയിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് പാട്ടിനത് കേൾക്കുമ്പോൾ അങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതാണ് അങ്ങനെ. അപ്പോൾ അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരൂരെത്തി. അതാ അവളെ വീട്ടിലേക്ക് എത്താനായിക്കണം കേട്ടോ. പാടൊക്കെയാണ് കാണുക. വൈകുന്നേരം 6 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. ആ വീട്ടിലേക്ക് പോണ വഴിയാണിത്. BP അങ്ങാടിയാണ് കേട്ടോ. BP അങ്ങാടി പാടത്താണ് കേട്ടോ വീട്. പാടത്തെത്താനായി. അങ്ങനെ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. പാടൊക്കെ നിറഞ്ഞണ്ട, വെള്ളം മഴയും കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. പാടത്ത് നടുക്കൂടി റോഡാണ്. ആ നടുക്കൂടിയാണ് അങ്ങനെ പോണത് കേട്ടോ. അത് അവിടെ നിന്ന് നോക്കണേ. ഞങ്ങളിങ്ങനെ സംസാരിക്കണമൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കങ്ങനെ വോയിസ് ഓവർ കൊടുക്കാനേ പറ്റൂല. കാരണം പാട്ടിട്ട് കാരണമാണ്. അല്ലെങ്കിൽ നമുക്ക് ഞങ്ങൾ സംസാരിക്കണമൊക്കെ കേൾക്കായിരുന്നു കേട്ടോ. അവളവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. കൊലയുമെന്ന് ഇങ്ങനെ നോക്കുക. ഞങ്ങൾ വരുമെന്ന് പറഞ്ഞതുമല്ലേ. അങ്ങനെ ഇതൊക്കെ തന്നെ പോവാനായിക്കണം. ഇക്ക പോവാനായിക്കണം. പിന്നെ ഇപ്പാൻ്റെ കൂടെ ഒക്കെ നിൽക്കും വേണം. പിന്നെ ഇനി പോയിട്ട് കൊണ്ടുവരണം വിചാരിച്ചിട്ടുണ്ട്. എങ്ങനെ ഒരിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം ഇനി വീഡിയോ ഒന്നും അവിടെ ചെന്ന് എടുത്തിട്ട് ചേട്ടാ. അപ്പം എനിക്ക് മടിയാവുക. അവരോട് ചെന്നിക്കാണ്ട് വീഡിയോ കൊടുക്കുമ്പോൾ എനിക്ക് മടിയാണ്. ഇൻഷാല്ലാ തങ്ങി അത് പരിചയമൊക്കെ ആയിട്ട് വീഡിയോ ഒക്കെ എടുക്കണം വിചാരിച്ചിട്ടുണ്ട്. പിന്നെ അത് ഞങ്ങളവിടെ ഫുഡൊക്കെ കഴിച്ച് പോകുന്നപ്പോൾ നേരം കുറേ കേട്ടോ. രാത്രി അവിടെ നിൽക്കണം. അതാള് ഓനവിടെ ഇല്ല, മരം അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓനക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അടാണ് ഫോണെത്തിയിരിക്കണതാ. അങ്ങനെ ആരാ അംഗനവാടി ടീച്ചർ അടാരെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഉണ്ട് അമ്മി ഇപ്പൊക്കെ ഉള്ളിലിട്ടിട്ടാ. അവരൊക്കെ പുറത്തുനിന്ന് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അതങ്ങനെ മരോളതാ പൊതിയൊക്കെ പിടിച്ച് കവറൊക്കെ പിടിച്ച് അങ്ങനെ പോകണം. അതാ മോളതാ. അങ്ങനെ അവർ പിന്നെ പാടത്ത് വീടൊക്കെ എടുക്കാൻ വേണ്ടി പോയിന്നിട്ട് എൻ്റെ ഓരോ ഫോണിലൊക്കെ എടുത്തേക്കെന്ന് തോന്നുന്നു. പാടത്ത് ഇറങ്ങി വീടൊക്കെ എടുക്കണുണ്ടിന്ന്. പിന്നെ ഞാൻ പിന്നെ നമുക്കൊന്നും പോയിട്ടില്ല. പിന്നെ അത് അവിടെയൊക്കെ ചെന്ന് ചായ കുടിച്ച് ഫുഡൊക്കെ കഴിച്ച് പോകുമ്പോൾ നേരം കുറേ ആയി. പിന്നെ വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് എഴുതാനും പഠിക്കാനൊക്കെ ഉണ്ടാവും വിചാരിച്ച് പെട്ടെന്ന് പോകുകയും ചെയ്തിരിക്കണം. എന്നാലും കുറേ നേരം അവിടെ ഇരുന്നൊക്കെ ചെയ്തിരിക്കണം കേട്ടോ. പിന്നെ രാവിലെ ഓൻ പോകും, മരുവൻ പോലെ അമ്മോശം പോവുമായിരുന്നു. മരുവനും പോകാനിരിക്കണം. പിന്നെ അവർ വരുന്നുണ്ട് കേട്ടോ. പിന്നെ പറ്റുകയാണെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കേണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ അത്ര തന്നെ ഉള്ളൂ. ഇനി നാളെ പിന്നെ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് പിന്നെ 4 ദിവസം കഴിഞ്ഞിട്ട് വരണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അസ്സലാമു അലൈക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാ നമുക്ക് പറ്റുന്നൊക്കെ മാതിരിക്ക് വീഡിയോ ഇടുന്നുണ്ട്. പിന്നെ മോളെ യൂട്യൂബല്ലേ, പിന്നെ നിർത്താനും വയ്യില്ല. അപ്പം അങ്ങനെയാണ് ഇടണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.